കുറച്ചു മുമ്പ് വരെ ഇത് ഹോസ്പിറ്റലായിരുന്നു, ഇപ്പൊ ഇത് ചന്തയായി. ഇന്നലെ ഞാൻ ഇവിടെ കൊണ്ട് അഡ്മിറ്റ് ചെയ്ത് കയറ്റിയതല്ലേ, ഇനി ഞാൻ പ്രസവിപ്പിക്കാൻ ആളെ കൊണ്ടുവരണം. കൊണ്ടുവന്നാ പോരെ? എന്തോ ഒരു കഷ്ടമാണെന്ന് പറയാം. തന്റെ പെണ്ണുപിള്ളയുടെ കാര്യമല്ല ഞാൻ ചോദിച്ചത്. അവർക്ക് ഓ പോസിറ്റീവ് ബ്ലഡ് വേണം. അതിന് ആളെവിടെ? അയ്യോ, അതിനല്ലേ സിറ്ററേ, ഞാൻ ഇന്നലെ എന്റെ സുഹൃത്തിനെ ഞാൻ ഇങ്ങോട്ട് വിട്ടത്. തന്റെ സുഹൃത്തിന്റെ ബ്ലഡ് ഗ്രൂപ്പും തന്റെ ഭാര്യയുടെ ബ്ലഡ് ഗ്രൂപ്പും തമ്മിൽ മാച്ചല്ല. എന്തുകൊണ്ട് മാച്ചല്ല? തന്റെ സുഹൃത്തിന്റെ ബ്ലഡ് ഗ്രൂപ്പ് ഓ നെഗറ്റീവ് ആണ്. തന്റെ ഭാര്യയ്ക്ക് വേണ്ടത് ഓ പോസിറ്റീവ് ആണ്. എങ്ങനെ മാച്ചാവും? സിസ്റ്റർ ഒന്ന് സജസ്റ്റ് ചെയ്ത് നമുക്ക് ക്ലിയർ ആക്കാവുന്ന കേസേ ഉള്ളൂ. എന്റെ ഭാര്യയ്ക്ക് ഓ പോസിറ്റീവ് ബ്ലഡ് വേണ്ടത്, എന്റെ സുഹൃത്തിന്റെ ഓ നെഗറ്റീവ്. ഈ നെഗറ്റീവ് ഒരു വരിയിട്ടങ്ങ് പോസിറ്റീവ് ആക്കിയാൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ സാർ. അയ്യോ, പോസിറ്റീവായി ചിന്തിക്കൂ സിസ്റ്റർ, പോസിറ്റീവായി ചിന്തിക്കൂ. ഞാൻ എത്ര എന്തൊക്കെ പറയുന്നതാണോ? മൂക്കിന്റെ അറ്റത്താണല്ലോ ശുണ്ടി. ഈ ശുണ്ടി ഞാൻ കണ്ടിട്ടില്ല. ഈ മൂക്കിന്റെ അടുത്ത് ഈ കറുത്തിരിക്കണാണോ ശുണ്ടി? മൂക്കിന്റെ അടുത്ത് കറുത്തിരിക്കുന്ന മനുഷ്യ, നിങ്ങളുടെ ഷുഗർ ഹൈയാണ്. ഹയ്യാണെന്നല്ല, രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വളരെ കൂടുതലാ, ശ്രദ്ധിക്കണം. എന്തോ ചെയ്യാനാ, ഒരു ഗുണ്ട പോലും വെറുതെ വിടത്തില്ല. ബ്ലഡി ഷുഗർ. ഓ, ബ്ലഡ് ഷുഗർ. അത് തന്നെ. ഇതൊന്നും ഇപ്പോഴല്ല ആലോചിക്കേണ്ട രവി. നിങ്ങൾ അടി ഉണ്ടാക്കാൻ പോകുന്നതിന് മുന്നേ ആലോചിച്ചും കണ്ടും വേണമായിരുന്നു ഇതൊക്കെ ചെയ്യാൻ. ആലോചിച്ചും പ്ലാൻ ഉണ്ടാക്കി അടി ഉണ്ടാക്കാൻ ഞാനെന്തോ സ്റ്റണ്ട് മാസ്റ്റർ. പേടിക്കണ്ട, രാവിലെ 10 മണിക്ക് ജോയിൻ ചെയ്യും. അത് ഈ മരുന്ന് സൂക്ഷിക്കാൻ വെച്ച ഫ്രിഡ്ജിലെ ഈറുകുപ്പി തണുപ്പിക്കും. അപ്പൊ അങ്ങനത്തെ ആറന്മുള കണ്ട് പ്രശ്നമായി. ആറന്മുളല്ല, ആറന്മോ, ഈ മെഡിക്കൽ ഓഫീസറെ അങ്ങനെ കണ്ട് പ്രശ്നമായി. എന്നാലും ഡോക്ടർ ആയതുകൊണ്ട് ഞാൻ പൊക്കി പറയണല്ല, നല്ല ഡോക്ടറാ. ഡോക്ടർ എപ്പോ വീരടിക്കുമ്പോഴും എനിക്കൊരു ഗ്ലാസ് തരും. അതല്ല, അടിക്കൂന്ന് വെച്ചാൽ ഇതുപോലുള്ള തെമ്മാടിത്തരം പറഞ്ഞാൽ ഞാൻ ആരായാലും അടിക്കും. എടോ, ചോര എടുക്കാൻ ഞാൻ യക്ഷിയല്ല, നേഴ്സാണ്. അപ്പൊ അതിന്റെ സമയമുണ്ട്, ആ സമയത്ത് എടുക്കും. ഈ പ്രാന്തനെയൊക്കെ പിടിച്ച് തനിങ്ങോട്ട് വന്നേ. തന്റെ ഭാര്യ പ്രസവിക്കാൻ കിടക്കല്ലേടോ, തനിക്ക് ഇത്തിരി ഉളുപ്പുണ്ടാ? ആ സമയത്ത് എന്നെ റൂട്ട് മാനസിക സപ്പോർട്ട് കൈ പിടിച്ചപ്പോ ഞാൻ ശരി എന്നാ ഡോക്ടർ വരെ അവിടെ വരുന്നുണ്ടോ സിസ്റ്റർ ഇങ്ങോട്ട്? വരുന്ന എപ്പോ വരാം. ഒന്ന് വേഗം താന്നു. വേറൊന്നും അല്ലെന്നേ, ക്യാൻറ്റീനിൽ അങ്ങോട്ട് പോകണ്ട, അവിടെ പോകണ്ട, ക്യാൻറ്റീൻ അടച്ച്. ഞാൻ അവിടെ ഫുഡ് കഴിച്ചിട്ടില്ല, ഇങ്ങനെ ഓടി വന്നത് ക്യാൻറ്റീനിലേക്ക് അടച്ചു പോയി. ഞാൻ അവിടെ ഡോക്ടർ വാ, നമുക്ക് കറങ്ങിയേച്ചും മിച്ചും വരാം. എന്നാ പറഞ്ഞേ? കറങ്ങിയേച്ചും മിച്ചും വരാന്ന്. ഫസ്റ്റ് ക്ലാസ് ഉള്ള ആളാ പറഞ്ഞ കറങ്ങിയേച്ചും വെച്ച് വരാം.